ഓണത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളുടെ തിരക്കിലാണ് ആലപ്പുഴക്കാർ. രാത്രി ഏറെ വൈകിയും ആളുകൾ ഒഴുകിയെത്തുകയാണ് മുല്ലയ്ക്കൽ തെരുവിലേക്ക്. അവിടെ അനഘ ഹർഷനുണ്ട്. അനഘ, അവിടെ ഓണാഘോഷം എവിടെയായി? ആലപ്പുഴക്കാർക്ക് വഞ്ചിപ്പാട്ടൊക്കെ ചേർന്നുള്ള നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ ചേർന്നുള്ള ഒരു ഗൃഹാതുരത നിറഞ്ഞ ഓണാഘോഷമാണല്ലോ ആലപ്പുഴയിൽ. തിരുവോണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ ഒരു മുല്ലയ്ക്കൽ തെരുവിലാണ്. ഇവിടെ രാവിലെ മുതൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂ വാങ്ങാനടക്കമാണ് ആളുകൾ ഇങ്ങോട്ടെത്തുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് പൂക്കച്ചവടം? പൊടി പൊടിക്കുകയാണോ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ പൂവിന് വലിയ വിലയാണെന്ന് പറയുന്നുണ്ട്. വെള്ളയമന്തിക്ക് 600 രൂപ വിലയാണ്, റോസിന് 500 രൂപ വിലയാണ്. വിലയായാലും ജനങ്ങൾ വന്ന് മേടിക്കുന്നുണ്ട്. ഓണത്തിന്റെ ഈ അത്തപ്പൂടാണ്ട് എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 24 hours, നാളെ ഒരു 10-11 മണി വരെ ഉണ്ട് ഈ കട. ചേച്ചി, ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞോ? തീർന്നു വരുന്നു. അത്തപ്പൂ മേടിക്കാൻ, പൂ മേടിക്കാൻ ഇറങ്ങിയതാ. നാളെ സദ്യക്കുള്ള വട്ടങ്ങളൊക്കെ തയ്യാറാക്കിയോ? ആയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലുണ്ട് ആൾക്കാർ, ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പൊ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. വസ്ത്രമൊക്കെ എടുത്തോ? അതൊക്കെ എടുത്തു, നേരത്തെ എടുത്തു. എല്ലാം സെറ്റാ. എന്നാലും ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. ഈ നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെ ആലപ്പുഴയിലെ ഈ മുല്ലയ്ക്കൽ തെരുവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് വിശേഷ ദിവസം ഉണ്ടാകുമ്പോഴും ഇവിടെ ഇത്തരത്തിൽ ആളുകൾ വന്ന് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങും. കാരണം ഇവിടെ എല്ലാം ലഭിക്കുന്ന ഒരു തെരുവാണ്. വസ്ത്രവ്യാപാര കടയുണ്ട്, ഈ പൂക്കച്ചവടമുണ്ട്, ഈ അടുക്കള സാധനങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ലഭിക്കുന്ന ഒരു തെരുവാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്രാട ദിവസം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പലരും സാധനങ്ങൾ വാങ്ങിയടക്കം മടങ്ങിയിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് തിരുവോണത്തിനുള്ളത്. ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എങ്ങനെയുണ്ട് മോളെ ഓണമൊക്കെ? സൂപ്പർ, അടിപൊളി. വസ്ത്രമൊക്കെ എടുത്തോ? പുതിയ വസ്ത്രമൊക്കെ എടുത്തെടുത്തെടുത്ത്. ഓക്കെ, ഓണം അടിപൊളിയാണ് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത്. ഈ ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ എസ് സജിത്തിനൊപ്പം അനഘ ഹർഷൻ, റിപ്പോർട്ടർ